ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മോഡൽ മാങ്ങ പറയാ, അത് കാണിക്കാൻ വേണ്ടിയാ വന്നത്. കണ്ടോ, കമ്പെടുക്കുക, എന്നിട്ട് കുപ്പി, പ്ലാസ്റ്റിക് കുപ്പി ഇല്ലേ നമ്മള് വേസ്റ്റൊക്കെ ആക്കുന്നത്, അത് വേണ്ടെങ്കിൽ കളയുന്ന കുപ്പിയല്ലേ, അതിനിതാ ഇതിന്റെ പള്ള ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാങ്ങ കാണിച്ചു തരാം. ആദ്യം മാങ്ങ, എന്നിട്ട് മാങ്ങ അതിനുള്ളിലേക്ക് മുറിക്കുക, കുപ്പിയിലേക്ക് ഒന്ന് പിടിക്കുക. ഒന്നായി, ഇതാ രണ്ട്. നമുക്ക് നിലം തൊടാണ്ട് നല്ല, എല്ലാവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടാകുമല്ലോ. ഇനി അത് എടുത്തു വെക്കട്ടെ. കനം കൂടിയിട്ടുണ്ടെങ്കിൽ നിലത്തിടണം. എന്താ വീണ്ടും അച്ചാറിടാനേ പറ്റുള്ളൂ, മൂത്തിട്ടൊന്നുമില്ല. സൂപ്പറായിട്ട് പറിക്കുക. അതിൻ്റെ ഉള്ളിൽ ഇങ്ങ് നിറയും. സമയമില്ലാത്ത അങ്ങോട്ട് വലിച്ചാൽ മതി. കണ്ടില്ലേ, ഒരു പോറൽ വലിക്കാതെ നമുക്ക് മാങ്ങ പറിക്കാം. സൂപ്പറായിട്ട് കയറാൻ ആളില്ലാത്തവർക്കൊക്കെ നല്ല സുഖമാണ് ഇത്. ഒരു തോട്ടിന്നാണ് നിങ്ങൾ പറയാന്നുള്ള അറിയില്ല. എന്താ, ഒരു കമ്പെടുത്ത്, ഇത് വെള്ളക്കുപ്പിയാണ്, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ. ആ വേസ്റ്റ് കുപ്പിയാ ഇത്. ആ കുപ്പി പള്ളവാങ്ങ് കട്ട് ചെയ്ത് അതിനൊരു മൂർച്ചയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാങ്ങൻ്റെ ഞെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പിടുത്തിയാൽ മതി. അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുക. അതാ, എന്നിട്ട് വലിക്കുക. സൂപ്പറായിട്ട് കിട്ടും. നമുക്ക് ഇഷ്ടം പോലെ പറിക്കാം. എന്താ, ഞങ്ങൾക്ക് അച്ചാറിടാൻ, കറി വെക്കാൻ, മീൻകറി, അത് പോയി സാരമില്ല. അങ്ങനെ ഓരോന്നൊക്കെ നഷ്ടമായും ചെയ്യും. വലിച്ചിങ്ങോട്ട് എടുത്താൽ നമുക്ക് വേണം ഈ മാവുമ്പത്തെ മൊത്തം പറിക്കുക. ഇങ്ങനെ ഒരു പ്രയാസമില്ല, ഉറുമ്പ് കടി പേടിക്കണ്ട. മാങ്ങ താഴെ വീണ് ചതഞ്ഞു പോകുന്നുള്ളത് പേടിക്കണ്ട. മാങ്ങ പഴുപ്പിക്കാൻ വരെ വെക്കാം ഇങ്ങനെ ആവുമ്പോൾ. താഴെ എത്തിയ സ്ഥിതിക്ക് എന്താ മാങ്ങ പറിച്ചത്. ഞാനിന്ന് എന്താ ചെയ്യുന്നതെന്നറിയോ, ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പണി എടുക്കുന്നതന്നെ ഞാൻ. ഒരു മാങ്ങ മതി, പിന്നെ ബാക്കിയുള്ള അച്ചാറിടാന്ന് വിചാരിച്ച്. പിന്നെ ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചാൽ നമുക്ക് കടുമാങ്ങ ഉണ്ടാക്കാൻ കേടി വരൂലല്ലോ. എല്ലാവരുടെ വീട്ടിലും മാങ്ങയൊക്കെ ആയോ? എന്താ സ്ഥിതി? ചില സ്ഥലത്തൊക്കെ മാങ്ങ വലുതായിട്ടുണ്ട്. ഇതാ കുപ്പി കൊണ്ട് വിളവെടുത്ത മാങ്ങ. മൂപ്പത്തിയിട്ടൊന്നുമില്ല, പഴുപ്പിക്കാനൊന്നും പറ്റൂല. ഇത് ചക്കക്കുരു മാങ്ങിയിട്ട് കറി വെക്കാം, മീൻകറി ഉണ്ടാക്കാം. മാങ്ങയും കപ്പയും ഇട്ട് വേവിച്ച് നല്ല ടേസ്റ്റാണിത്. ഇത് ജ്യൂസ് അടിക്കും ചെയ്യും പോലും ഇതിനോട്. ഇത് പുതിന, ഇഞ്ചിയൊക്കെ ചേർത്ത് ജ്യൂസ് അടിച്ചാൽ നല്ലതാന്ന് പറഞ്ഞേക്കാം. ഏതായാലും ഇത്രേ പറിച്ചുള്ളൂ. മാങ്ങ വിളവെടുത്ത് കണ്ടില്ലേ, തോട്ടിന്റെ മേലെ കുപ്പി കെട്ടിയിട്ട്. അത് മാങ്ങ മാത്രം ഒന്നുമല്ല കേട്ടോ, വേറെയും വിളവെടുക്കാൻ കഴിയും. പിന്നെ സപ്പോട്ട, പാഷൻ ഫ്രൂട്ട്, ചൗച്ചൗ, ബട്ടർ, അതെല്ലാം വിളവെടുക്കുക. നിലം തൊടാണ്ട് കുപ്പി കൊണ്ട് നമുക്ക് തന്നെ വിളവെടുക്കുക. മേലെ കയറാൻ ആളെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. വേസ്റ്റ് കുപ്പി എടുത്ത് ആ പള്ളഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു തോട്ടിയിൽ കെട്ടിയാൽ മതി. നല്ല സുഖമായി താഴെ നിന്ന് വലിച്ചെടുക്കുക. പേരക്ക, അതെല്ലാം വിളവെടുക്കുക. അത് മാത്രമല്ല, ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. വരി, ഞാനൊരു കിടില സംഭവം ഉണ്ടാക്കി കുപ്പി കൊണ്ട്. അതും കൂടി ഞാൻ കാണാലോ. വരി, കുപ്പി കൊണ്ടുള്ള വേറൊരു ഉപയോഗം. കുപ്പി ഒഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കുപ്പി എടുത്ത് അതിൻ്റെ പള്ളഭാഗം വെട്ടിക്കളഞ്ഞിട്ട് മണ്ണ് നിറച്ചിട്ട് ഞാൻ എൻ്റെ പൊന്നാങ്കണ്ണി നട്ടതായത്. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ വിജയിക്കുമെന്ന് വിചാരിച്ചില്ലായിരുന്നു കേട്ടോ. കണ്ടോ, നന്നായിട്ട് വിജയിച്ചു. പൊന്നാങ്കണ്ണിയൊക്കെ എന്ത് ഉഷാറിലാണ് ഉണ്ടായത്. ഇപ്പം നമ്മൾ വേസ്റ്റ് കുപ്പിയൊന്നും കളയാൻ നിൽക്കണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ഇനി സ്ഥലമില്ല, കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഇത് നല്ലൊരു ഐഡിയ. ഇതാ കുപ്പി കണ്ടില്ലേ,
ബാക്ക് ഭാഗേ കാണാൻ കഴിയുള്ളൂ. കാരണം അവിടെ സൂര്യപ്രകാശം കിട്ടുന്നിടത്താണ് ഇത് നിറഞ്ഞു കിടക്കുന്നത്. അപ്പൊ കുപ്പി മാങ്ങ പറിക്കുക, ഇങ്ങനെ ചെടി നടാ. കണ്ടോ കുപ്പി? ഇതൊരു കുപ്പിയാ. അതിന്റെ ഒഴിഞ്ഞതിന് ശേഷം ഞാനത് എടുത്തിട്ട് കട്ട് ചെയ്ത് മണ്ണ് നിറച്ച് നട്ടതാ. അത് വേറൊരു കുപ്പി കണ്ടില്ലേ? ഇവിടെ വേറൊരു കുപ്പി. ഈ താഴെയുള്ള കുപ്പി കാണൂല, അത് കുറച്ച് വണ്ണുള്ള കുപ്പി. അതുകൊണ്ട് അത്രക്കൊന്ന് ഉഷാറുണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും കുപ്പി അങ്ങ് വലിച്ചെറിയല. അപ്പോൾ വേണ്ടാത്ത കുപ്പികളൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്താലുണ്ടല്ലോ നമുക്ക് സൂപ്പറാ. നമുക്ക് ചീരയും കിട്ടും, പോരാത്തതിന് കുപ്പിയെല്ലാം യൂസ്ഫുൾ ആക്കിയും ചെയ്യാം. ഇത് പിന്നെ ഹാങ് ചെയ്യുന്നതാണ്. അപ്പോൾ ആരും കുപ്പിയൊന്നും വലിച്ചെറിയാൻ നിൽക്കണ്ട. ഇങ്ങനെയൊക്കെ ചെയ്യ. സ്ഥലം ഇല്ലാത്തവർക്കും ഇതിപ്പോൾ അതിങ്ങനെ തൂക്കിയിട്ടിട്ടേ ഉള്ളൂ. ഹാങ് ചെയ്തിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു സ്ഥലത്താണ് തൂക്കിയിട്ട് എത്ര എണ്ണ തൂക്കിയത്. താഴെ 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 ഇതൊക്കെ കുപ്പിയുണ്ടാ. കുപ്പി കൊണ്ടുള്ള ഉപയോഗം കണ്ടില്ലേ? ഇനി ആരും വേസ്റ്റ് കുപ്പിയൊന്നും കളയണ്ട. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്ഥലമില്ലാത്തവർക്ക് കൃഷി ചെയ്യുക, തൂക്കിയിട്ടിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ വിളവെടുക്കുകയൊക്കെ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.